നമസ്കാരം, ഞാൻ നൈന. ഇത് സെൻറ്റാങ്കിൾ സീരീസ് 1. ഇതെൻ്റെ വേഷനല്ല, പിൻട്രസ്റ്റിയാണ്. ആദ്യം ഇതിൽ കാണുന്ന പോലെ കുറച്ച് പൂക്കൾ വരച്ചു കൊടുക്കുക. വലുപ്പത്തിലൊന്നും വലിയ കാര്യമില്ല, വിവിധ സൈസിൽ. ഇതിപ്പം ഞാൻ വരയ്ക്കുന്ന പോലത്തെ പൂവ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വര. പക്ഷെ ഇതിൽ കുറച്ച് വര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ പൊട്രാക്ടർ വെച്ചെടുക്കുന്നത്. നേരാമണം ഒരു വര പോലും വരയ്ക്കാൻ അറിയില്ലേ എന്ന് വിചാരിക്കരുത്, വളഞ്ഞു പോകും. അത് വര വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒന്ന് തെറ്റെങ്കിലും പിന്നെ അത് ശരിയായിക്കോളും എന്ന് വിചാരിക്കേണ്ട. ഇത് ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. കൊണ്ട് പറ്റും. വരയ്ക്കുമ്പോൾ പുറത്തു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ വരയ്ക്കുന്ന വരയുടെ കാര്യമാണ് പറഞ്ഞത്, വരയ്ക്കുന്ന ആളുടെ കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണേലും പോവാം. ഇതൊരു സെൻറ്റാങ്കിൾ ആർട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിൻട്രസ്റ്റിൽ കണ്ടു ഞാൻ വരച്ചു. വിവരമുള്ളവർ പറയുന്നത് സെൻറ്റാങ്കിൾ ആർട്ട് വരച്ചാൽ കോൺസെൻട്രേഷനൊക്കെ കൂടുന്ന. എന്തായാലും പരീക്ഷയ്ക്കല്ലേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അടുത്തുനിന്ന് കാണുമ്പോൾ വര വരച്ചെങ്കിൽ വല്ല കുഴപ്പമൊന്നും തോന്നിയെങ്കിൽ തികച്ചും യാദൃശ്ചികം. സത്യം പറഞ്ഞാൽ ഞാൻ അവരെ മനഃപൂർവ്വം തെറ്റിച്ച് വരച്ചതാണ്. ഇതിൻ്റെ ഭംഗി കൊണ്ട് ആരെങ്കിലും എൻ്റെ കഴിവിനെ കണ്ണു വെച്ചാലോ? ഭയങ്കര നന്നാക്കി വരച്ച കണ്ണേറുണ്ടാലോ? ആ ഒറ്റ കാര്യം കൊണ്ട് വരച്ച വൃത്തികേട് മാറ്റാൻ വേണ്ടി പുറത്തോടെ ഒന്നുകൂടി വരച്ചു. പിന്നെ നോക്കിയപ്പോൾ അങ്ങോട്ട് ഒരു 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 തൃപ്തി വന്നില്ല. അതുകൊണ്ട് കുറച്ച് പൂക്കൾ കൂടി വരച്ചു കൊടുത്തു. പിന്നെ ലാസ്റ്റ് നോക്കിയപ്പോൾ പിന്നെ ഒരു തൃപ്തിയില്ലായ്മ. പൂക്കളൊക്കെ വരച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ഇല വരച്ച് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഇലയാണോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇതിലെയാണ്. അതും വരച്ച് ബാക്കിയുള്ള സ്ഥലത്ത് കറുത്ത കളർ വെച്ച് ഫില്ല്. സ്കെച്ച് വെച്ച കളർ വെച്ചുകൊണ്ടിരുന്നത്. പാതി വഴിയിൽ സ്കെച്ച് സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചു. കലയുടെ മഹാത്മ്യം അല്ലേ? അപ്പോഴാണ് ഞാൻ ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കറുത്ത പേന മുന്നോട്ട്. പിന്നെ പേന വെച്ച് മൊത്തം കളറടിച്ച് തീർത്തു. അപ്പോൾ ഈ ചിത്രം വരച്ച് തീർന്നവരെ എന്നെ കൂടെ സഹായിച്ച കറുത്ത പേനയ്ക്കും പാതി വഴിയിൽ തളർന്നുപോയ കറുത്ത സ്കെച്ചിനും നന്ദി. അപ്പോൾ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.